إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകളിൽ ഏറ്റവുമധികം ശ്രദ്ധേയമായി ഇടം പിടിച്ചിട്ടുള്ള പല സഹാബിമാരുമുണ്ട്. ആദ്യകാലഘട്ടങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ആയി ജീവിക്കുക എന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ഒരു കാരണമായി മാറിയൊരു കാലഘട്ടത്തിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും പ്രവാചകനെക്കുറിച്ചറിയുവാൻ, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് മതം സ്വീകരിക്കുവാൻ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച മഹാരഥനായൊരു സഹാബിയാണ് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ ഏകദൈവ വിശ്വാസിയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരിക്കലും അദ്ദേഹം വിഗ്രഹാരാധകനായി അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെയിരിക്കെ മക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും വിഗ്രഹാരാധന പാടില്ല എന്നും അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനകളും നേർച്ചകളും വഴിപാടുകളുമൊക്കെ ബഹുദൈവാരാധനയുടെ ശിർക്കിന്റെ ഭാഗമാണ് എന്നും എല്ലാം പറഞ്ഞു നടക്കുന്നുണ്ട് എന്നൊരു വാർത്ത അദ്ദേഹം കേൾക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനിയൻ അനസ് എന്ന് പറയുന്ന ആളെ പറഞ്ഞയച്ചു, മക്കയിലേക്കൊന്ന് ചെല്ല്, കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്ക്. അങ്ങനെ അദ്ദേഹം അവിടെയൊക്കെ നടന്നു, പ്രവാചകനെക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വിലയിരുത്തി തിരിച്ചു ചെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മക്കാരിമുൽ അഖ്ലാഖ്, സൽസ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുന്നുണ്ട്. ഏകദൈവ വിശ്വാസമാണ് പ്രധാനമായും പറയുന്നത്. അദ്ദേഹം വളരെ സ്പഷ്ടമായ, വ്യക്തമായ വാക്കുകൾ തമ്മിൽ കോർവയുള്ള എന്തോ ഒന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു കവിതയല്ല, അത് ഖുർആനാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതൊന്നും മതിയായില്ല എനിക്ക്, നീ പോയി അന്വേഷിച്ചതിലൊന്നും ഞാൻ തൃപ്തനല്ല. അദ്ദേഹം വീണ്ടും മക്കയിലേക്ക് അദ്ദേഹം വരികയാണ്. മക്കയിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്
നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ, ആരോടെങ്കിലൊക്കെ ചോദിച്ചറിയാന്നുള്ളതല്ല, നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഒരുപാട് അദ്ദേഹം കറങ്ങി നടക്കുക. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് ഭക്ഷണമില്ല, മറ്റാരോടെങ്കിലും ഞാൻ ഇന്നൊരാവശ്യത്തിനാണ്ട് വന്നതാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം പട്ടിണി കടന്നും പ്രയാസപ്പെട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചറിഞ്ഞു, അന്വേഷിച്ചു. അതിനിടയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നുണ്ട്, അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട്, പ്രവാചകന്റെ വിശേഷങ്ങൾ അറിയുന്നുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൽ നിന്ന് വാക്കുകൾ കേൾക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് പ്രവാചകന്റെ അടുക്കൽ വന്ന് വിശ്വാസം സ്വീകരിച്ചു. ആ കാലഘട്ടത്തിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് പുറത്തു പറയുക പോയിട്ട് ഒരു മുസ്ലിമായി അറിയപ്പെട്ടാൽ പോലും കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം റസൂലേ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു വന്നാണ്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും നിങ്ങൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. അദ്ദേഹം നേരെ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വന്നുവെന്നും ഉയരത്തിൽ കയറി നിന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുവെന്നും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്ന മാത്രയിൽ മക്കാ മുശ്രിക്കുകളായ ആളുകൾ, അവരുടെ നേതാക്കന്മാർ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും അടിക്കുവാനും മർദ്ദിക്കുവാനും തുടങ്ങിയെന്ന് നമുക്ക് കാണാം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആക്രമി സംഘങ്ങളുടെ കൈപിടിച്ച് ചോദിച്ചുവെന്നാണ്, അലസ്തും തഅലമൂൻ അന്നഹു മിനൽ ഗഫാർ, നിങ്ങൾക്കറിയില്ലേ ഈ മനുഷ്യൻ ഗഫാർ ഗോത്രക്കാരനാണ്, അവരുടെ നേതാവാണ് എന്ന്. നിങ്ങളുടെ ശാമിലേക്കുള്ള കച്ചവട സംഘങ്ങൾ സഞ്ചരിക്കേണ്ട വഴിയിലെ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണല്ലോ ഈ ഗഫാർ ഗോത്രം. അതുകൊണ്ട് അദ്ദേഹത്തെ മർദ്ദിച്ചാൽ, അദ്ദേഹത്തെ നിങ്ങൾ അടിച്ചാൽ പിന്നീടൊരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവട സംഘവുമായി ആ വഴി പോകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. അവരദ്ദേഹത്തെ മോചിപ്പിച്ചു, അദ്ദേഹത്തെ വെറുതെ വിട്ടു. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് പ്രവാചകന്റെ ഹിജ്റയും മദീനയിലെ ജീവിതവുമൊക്കെയാണ്. ഒരിക്കൽ ബദറിന്റെയും ഉഹദിന്റെയുമൊക്കെ കാലഘട്ടം കഴിഞ്ഞ് സഹാബിമാരും പ്രവാചകനുമൊക്കെ പള്ളിയിലിരിക്കുന്ന, മദീന പള്ളിയിലിരിക്കുന്ന സമയത്ത് പൊടിപടലങ്ങളുമായി ഒരു വലിയ സൈന്യം മദീന പള്ളിയെ ലക്ഷ്യമാക്കി കടന്നുവരുന്നു. യുദ്ധത്തിന്റേതായ യാതൊരു മുന്നറിയിപ്പുകളും വന്നിട്ടില്ല, ആരുടെ അടുക്കൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഏതാണ് ഈ സൈന്യമെന്നറിയാൻ കഴിയാതെ അല്പമൊന്ന് പരിഭ്രമിച്ചുപോയി സഹാബത്ത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ ആ സൈന്യം അടുത്തേക്ക് വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിന്റെ മുന്നിൽ നടക്കുന്നയാളിലേക്ക് തുറിച്ചു നോക്കി. സമാധാനത്തിന്റെ പുഞ്ചിരി പ്രവാചകന്റെ മുഖത്ത് വിരിഞ്ഞു. അത് ഗഫാർ ഗോത്രത്തിന്റെ നേതാവായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാട്ടുകാരായ, ഗോത്രക്കാരായ, ഗ്രാമക്കാരായ ഒരു മുഴുവൻ സമൂഹത്തെയും ഒന്നടങ്കം ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന് ബൈഅത്ത് ചെയ്യുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടുവന്നതാണ് എന്ന വിവരം പ്രവാചകൻ അറിയിക്കുകയാണ്. ഒരു നാട് മുഴുവനും, ഒരു ഗോത്രം മുഴുവനും അള്ളാഹുവിന്റെ മതത്തെ പുൽകിയ ഏറ്റവും മനോഹരമായ രംഗമാണ് നമ്മൾ കാണുന്നത്. ആ സഹാബി പിന്നീട് പ്രവാചകന്റെ അടുത്ത അനുചരനായി മാറുകയും പ്രവാചകന്റെ സന്തത സഹചാരിയായി മാറുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പിന്നീടുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും പ്രവാചകനെ ധാരാളമായി സഹായിക്കുകയുമൊക്കെ ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു സഹാബി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട 7 ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമ്മൾ കാണുന്നുണ്ട്, അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, എന്റെ ഖലീലായിട്ടുള്ള, എന്റെ ചങ്ങാതിയായിട്ടുള്ള, എന്റെ ഇഷ്ടക്കാരനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് ഉപദേശമായി നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്നാമതായി അമറനി ബിഹുബ്ബിൽ മസാക്കീൻ, എന്നോട് പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ട ആളുകളെ, അഗതികളെ സ്നേഹിക്കണമെന്നുള്ളതാണ്.
അവരോട് അടുപ്പം കാണിക്കണമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2 തരത്തിലാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി, പലപ്പോഴും ആളുകൾ ബന്ധങ്ങൾ ചേർക്കുന്നത്, പലപ്പോഴും ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പാവപ്പെട്ടവനും പണക്കാരനും എന്നൊക്കെ നിലക്ക് തരംതിരിച്ചുകൊണ്ടാണ്. ഞാനൊരു വലിയ പൈസയുള്ളയാളാണ്, ഞാനൊരു ധനികനാണ്, അതുകൊണ്ട് എന്റെ കൂടെ നടക്കുന്നവർ, എന്റെ കൂടെ ഇരിക്കുന്നവർ, ഞാൻ സംസാരിക്കുന്നവർ, ഞാൻ ചങ്ങാത്തം കൂടുന്നവർ എന്റേതായിട്ടുള്ള ദറജക്കൊത്ത ആളുകളാകണം, എന്റെ സമത്തിലുള്ള ആളുകളാകണം. അതിന്റെ പേരിലാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, അതിന്റെ പേരിലാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എത്ര ഉയർന്നവനാകട്ടെ, എത്ര വലിയ ധനികനാകട്ടെ, പാവപ്പെട്ട ആളുകളെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. ആ നിലക്ക് പാവപ്പെട്ട ആളുകളെ പരിഗണിക്കണമെന്നും അങ്ങനെയുള്ള ആളുകൾക്ക് താങ്ങാകണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാം. പ്രവാചകൻ വരുന്ന കാലഘട്ടം, ഇതൊക്കെ പഠിപ്പിക്കുന്ന കാലഘട്ടം, ഇത്തരത്തിൽ വർണ്ണവിവേചനങ്ങളുടെ പേരിൽ അടിമത്ത സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളെ സദസ്സുകളിൽ നിന്ന് അകറ്റിയിരുന്നൊരു കാലഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാനും സ്നേഹിക്കുവാനും പ്രവാചകൻ കാണിച്ചിട്ടുള്ള മാതൃകകൾ എടുത്തു പറയേണ്ടതാണ്. അതാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അടിമകളായി ജീവിച്ച സഹാബത്തിന് പോലും മക്കാവിജയത്തിൽ ആദ്യമായി ബാങ്ക് കൊടുക്കാൻ പോലും പ്രവാചകൻ അവസരം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഈമാനിനെയും അവരുടെ തഖ്വയെയും അതേപോലെ തന്നെ പള്ളികളുമായുള്ള സഹകരണത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഏതെങ്കിലും തറവാട്ടിൽപ്പെട്ടവനാണെന്നോ പണമുള്ളവനാണെന്നോ അധികാരങ്ങൾ കൈയാളിയ കുടുംബമാണെന്നോ എന്ന നിലക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്കും സ്ഥാനങ്ങൾ കൊടുത്തിട്ടില്ല. പ്രവാചകൻ അത്തരത്തിൽ കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിച്ചത് പാവപ്പെട്ടവരോടായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമാദ്യം വിശ്വസിച്ചു വന്ന ആളുകളിൽ ഏതാനും ചില ആളുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ പാവപ്പെട്ടവരായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിവക്ഷ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഇവിടെ മിസ്കീൻ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? മിസ്കീൻ എന്ന് പറഞ്ഞത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവരെന്ന നിലക്കല്ല, അല്ലാഹുവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്ന, അല്ലാഹുവുമായി അടുപ്പം സ്ഥാപിക്കുന്ന, മതത്തോട് കൂറുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനത്തോടോ ഭൗതികമായ സുഖസൗകര്യങ്ങളോടോ അല്ല താൽപര്യമുണ്ടാകുന്നത്, മറിച്ച് അല്ലാഹുവിനോടും അവന്റെ മതത്തോടും അവന്റെ ദീനിനോടുമൊക്കെയുള്ള കൂറാണ് അവർക്കുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളെ സ്നേഹിക്കുവാനും അങ്ങനെയുള്ളവരോടടുപ്പം കാണിക്കുവാനും തയ്യാറാകുന്ന പക്ഷം ദീനിൽ മുറുകെ പിടിച്ചു നിൽക്കുവാൻ, ദീനിന്റേതായ ആ ഒരു കൂട്ടുകെട്ടിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കുമെന്നതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ സ്നേഹിക്കണമെന്നാണ് രണ്ടാമത്തൊരു വിവക്ഷയായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് നൽകിയ രണ്ടാമത്തെ ഉപദേശത്തെക്കുറിച്ച് അദ്ദേഹം പറയാണ്, വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു. എന്താണ്? എന്നെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കണം, സാമ്പത്തികമായി, ശാരീരികമായി, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളിലെല്ലാം എന്നെക്കാൾ താഴ്ന്നവരിലേക്ക് മാത്രം നോക്കണം, ഒരിക്കലും നിന്നെക്കാൾ ഉയർന്നവരിലേക്ക് നീ നോക്കരുത് എന്നെന്നോട് എന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. പലപ്പോഴും മനുഷ്യൻ ഭൗതികമായ സാഹചര്യങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ നമ്മളെക്കാൾ ഉയർന്നവരുമായിട്ടാണ് നമ്മളെ താരതമ്യം ചെയ്യുക. ഓന് നല്ല വീടുണ്ട്, അവന് നല്ല സൗകര്യമുണ്ട്, അവന് നല്ല പണമുണ്ട്, എനിക്കൊക്കെ എന്താ കിട്ടിയത് എന്ന നിലക്കാ പലപ്പോഴും ചിന്തിക്കുക. എന്നാൽ ദീനിന്റെ കാര്യത്തിലോ നമ്മളൊക്കെ നേരെ തിരിച്ച, നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നമ്മൾ നോക്കൂല. എല്ലാ ദിവസവും കൃത്യമായി 5 നേരം പള്ളികളിൽ വന്ന് നമസ്കരിക്കുന്നവരെ നമ്മൾ നോക്കൂല, ദാനധർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവരെ നമ്മൾ നോക്കൂല. മറിച്ച് എന്താ പറയാ, ഞാനൊക്കെ വെള്ളിയാഴ്ചെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ റമദാനിലെങ്കിലും പള്ളിയിൽ വന്നിട്ടുണ്ട്, അതുപോലും ഇല്ലാത്ത എത്രങ്ങാനും ആളുകളുണ്ട് അല്ലേ? എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്ക്. 2 കൈകളുമുള്ള നമ്മൾ നമ്മുടെ തള്ളവിരലിന്റെ നഖം മുറിഞ്ഞു പോയതിനെക്കുറിച്ചാ സംസാരിക്കുന്നത്. നടക്കാനുള്ള കാലുകളുണ്ടായിട്ട് മുട്ടുംകാലിന്റെ വേദനയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ കാലുകളില്ലാത്തവരെക്കുറിച്ച്,
കൈകളില്ലാത്തവരെക്കുറിച്ച്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരെക്കുറിച്ച് അവരിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് വലിയ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അവിടെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കും. അതുകൊണ്ട് പ്രവാചകൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുചരന് നൽകിയ ഉപദേശം, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം, ഒരിക്കലും നിങ്ങളെക്കാൾ ഉയർന്ന ഭൗതിക സാഹചര്യങ്ങളുള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ അദ്ദേഹത്തെ ഉപദേശിച്ചു എന്നാണ്. വഅമറനി അൻ അസില റഹിം വഇൻ അദ്ബറത്, അകന്നകന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ അടുപ്പിക്കുവാനും ചേർക്കുവാനും നീ തയ്യാറാകണം എന്നെന്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു. പലപ്പോഴും മനുഷ്യന്റെ സ്വഭാവം എന്താ? നമ്മളോട് നല്ല അടുപ്പത്തിലാണെങ്കിൽ നമ്മൾ തിരിച്ചും അടുപ്പത്തിലായിരിക്കും. ആ നിലക്ക് അവരെ നമ്മളെ പരിഗണിക്കും. എന്നാൽ നമ്മളോട് അകന്നു നിൽക്കുന്നവരാണെങ്കിലോ, വലിയ അടുപ്പൊന്നും കാണിക്കാത്തവരാണ്, ഞാനെന്തിനാ ഓന്റെ അടുത്ത് പോകേണ്ട കാര്യം, ഓനുവാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു സ്വരമായിരിക്കും ഉണ്ടാവുക. എന്നാൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിടത്തെല്ലാം നിന്നോട് ബന്ധം ചേർക്കുന്നവരോടും ചേർക്കാത്തവരോടും നീ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാ. നമ്മളോട് നല്ലോണം നിൽക്കുന്ന ആളുകളോട് തിരിച്ചും അങ്ങനെ ചെയ്യാന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല. നമ്മളോട് അകന്നു നിൽക്കുന്നവരെ ചേർക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് സന്തോഷത്തിന്റെ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അധികം ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ള വിഷയ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന കാര്യം. ആ കാര്യത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല എന്നുള്ളതാ. നമ്മളോട് അടുപ്പമുള്ളവരോടും അകന്നു നിൽക്കുന്നവരോടും, പ്രത്യേകിച്ച് പിണക്കത്തോടുകൂടിയൊക്കെ മാറി നിൽക്കുന്നവരുടെ അടുക്കലേക്ക് ചെന്ന് അവരുമായി ബന്ധം സ്ഥാപിക്കുക. അതൊന്നും പറ്റൂല, അതിനൊക്കെ നമ്മളെ ഈഗോ സമ്മതിക്കൂല. ഞാൻ ഓനെക്കാട്ടും വലുതല്ലേ, ഞാൻ ഓനെക്കാട്ടിലും വലിയ ആളല്ലേ, ഞാനല്ലേ ഇവിടുത്തെ കാരണോര് എന്ന നിലക്കുള്ള നമ്മുടെ ആ അഹങ്കാരവും നമ്മുടെ ആ ഗർവുമൊക്കെ എവിടെ വരെ പോകും? ഹത്താ സുർത്തുമുൽ മകാബിർ അൽഹാകുമുത് തകാസുർ. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങളുടെ പെരുമയും പൊങ്ങച്ചൊക്കെ ഉണ്ടല്ലോ, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ധനികനാണ്, അധികാരമുള്ളവനാണ്, സ്ഥാനമുള്ളവനാണ്, ഞാൻ തറവാട്ടാരനാണ് എന്നൊക്കെയുള്ള വർത്താനുണ്ടല്ലോ, എവിടെ വരെ പോകും? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർസ്ഥാനിൽ നിങ്ങളെ കൊണ്ടുപോയി വെക്കുന്നത് വരെ, 6 അടി മണ്ണിൽ നിങ്ങളെ വെക്കുന്നത് വരെ അവിടെ വരെ ഉണ്ടാവുള്ളൂ നിങ്ങളെ പേരും പ്രതാപവും പൈസയൊക്കെ. അത് കഴിഞ്ഞാൽ അവിടെയുള്ള വണ്ടുകൾക്ക്, പാറ്റകൾക്ക്, പ്രാണികൾക്ക്, പുഴുക്കൾക്ക് തിന്നാനുള്ളതാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ ഓർക്കുക. അതിനു മുമ്പ് ചേർക്കേണ്ട ബന്ധങ്ങളെ ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം, വഅമറനി അല്ലാ അസ്അല അഹദൻ ശൈആ. എന്റെ പ്രവാചകൻ എനിക്ക് നൽകിയ 4ാമത്തെ ഉപദേശം എന്താ? ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്നെന്റെ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരാളോടൊന്നും ചോദിക്കണ്ട. എന്ത്? സഹായങ്ങൾ, മറ്റുള്ള ആളുകളോട് സഹായം ചോദിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടാകാതിരിക്കുവാൻ നീ ശ്രമിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യന്റെ സ്വഭാവം ആളുകളോട് സഹായങ്ങൾ ചോദിക്കുക എന്നതുപോലും ഒരലങ്കാരമായി കാണുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കാൻ. അല്ലേ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അൽ യദുൽ ഉലിയ ഖൈറും മിൻ യദിസ് സുഫ്ല. ഇങ്ങനെ മുകളിലേക്കുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ നല്ലത് എന്നുള്ളതാണ്. മുകളിലേക്ക് ഇങ്ങനെയുള്ള കൈ, കൊടുക്കുന്ന കൈ. ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വഫീ ഹാദൽ ഹദീസി യുബയ്യിനു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ യദുൽ ഉലിയ വഹിയൽ യദുൽ മുൻഫിഖ. ഉയർന്നു നിൽക്കുന്ന കൈ എന്ന് പറഞ്ഞത് ഏതാണ്? അത് കൊടുക്കുന്ന കൈയാണെന്നുള്ളതാണ്. ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ യദിസ് സുഫ്ല വഹിയ സായിലത്തുൽ ആഖിറത്തു സ്വദഖാത്ത്. ആ താഴ്ന്നു നിൽക്കുന്ന കൈ എന്ന് പറഞ്ഞത് ഏതാ? മറ്റുള്ളവരിൽ നിന്ന് സ്വതക്കകൾ സ്വീകരിക്കുന്ന, ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്ന, മറ്റുള്ളവരോട് ചോദിക്കുന്ന കൈയാണെന്നുള്ളതാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതിനർത്ഥം ഒരാൾക്ക് അത്യാവശ്യം വന്നാൽ, ആവശ്യമായി വന്നാൽ മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതല്ല. അങ്ങനെ ചോദിച്ചു വരുന്നവരെ പോലും ആട്ടിയകറ്റാൻ പാടില്ല, വെറുപ്പിക്കാൻ പാടില്ല. വഅമ്മസ്സായില ഫലാ തൻഹർ. ഒരാവശ്യവുമായി നമ്മളെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല, അവരോട് നല്ല വാക്കുകൾ പറയണം, കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നാ ഇസ്ലാം പഠിപ്പിച്ചുള്ളത്. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാൻ പാടില്ല. ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയാൻ തന്നെ ആഗ്രഹിച്ചതിനൊരു സംഭവമുണ്ട്. നമ്മുടെ റമദാനിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരിക, അവരുടെ ഒരവകാശം എന്ന നിലക്കാണ് അവർ വരുന്നത്. ഞങ്ങൾ 10 ആളുണ്ട് കേട്ടോ, ഞങ്ങൾ 8 ആളുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ വരുന്നത്.
അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, മറ്റുള്ളൊരാളുടെ മുമ്പിൽ കൈനീട്ടുക എന്നത് എത്രമാത്രം പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ് നമുക്കറിയാം. നമ്മൾ റമദാനിലൊക്കെ ഒരുപാട് ആളുകളെ സഹായിക്കുവാൻ വേണ്ടി തയ്യാറായി. അതിൽ പല ആളുകളും അവരുടെ കത്തുകളിൽ അവർ സഹായവുമായി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരിക്കലും അവരുടെ അഭിമാനത്തിന് കോട്ടം സംഭവിക്കരുത് എന്ന നിലക്ക നമ്മൾ ആ കാര്യങ്ങളെ പരിഗണിക്കുന്നത്. അവരിൽ പല ആളുകളും നമ്മളെ സമീപിക്കുന്നത് അത്രമാത്രം പ്രയാസമുള്ളതുകൊണ്ട് ഒരിക്കലും ചോദിച്ചുകൊണ്ട് തിന്നണം എന്ന ആഗ്രഹം കൊണ്ടല്ല, അവരുടെയൊക്കെ പ്രയാസമാണ് അവിടെ നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ ഇതൊരു തൊഴിലായി മാറ്റാം. യാചന എന്ന് പറയുന്നത് ഒരു തൊഴിലായി മാറ്റിയിട്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ നടക്കാം. അവിടെ പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. ചെറിയ കുട്ടികളെ അവരുടെ അടുക്കലേക്ക് കൂട്ടിയത്. പല ആളുകളും അത്യാവശ്യക്കാരായ ആളുകളുണ്ട്, ഓപ്പറേഷനും അതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ ആയിട്ട് ആളുകളുടെ സഹായം ചോദിച്ചു വരുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ലാതെ കാഴ്ചയിൽ തന്നെ ഒരു കുഴപ്പമില്ല, ഒരു പ്രയാസങ്ങളില്ല, വെറുതെ ഇങ്ങനെ സക്കാത്തിന്റെ പൈസ എന്നും പറഞ്ഞ് വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് റമളാനൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. തുറന്നു നോക്കിയപ്പോൾ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടി വന്നു നിൽക്കുകയാണ്. സക്കാത്തിന്റെ പൈസ വേണമെന്ന് പറഞ്ഞു. സക്കാത്തിന്റെ പൈസ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സക്കാത്തിന്റെ പൈസ? അതിങ്ങനെ റമളാനിലൊക്കെ കൊടുക്കൂലേ? അപ്പം എന്താ ഇങ്ങനെ വരാൻ കാരണം? റമളാനൊക്കെ കഴിഞ്ഞല്ലോ, നമ്മളിങ്ങനെ സക്കാത്ത് കൊടുക്കുന്നതും മറ്റുള്ളതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് വെച്ചപ്പോ ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ അങ്ങനെ പോയിന്ന്. അപ്പൊ ഉമ്മാന്റെ കൂടെ പല പല വീടുകളിലും കയറി ആ കുട്ടി പഠിച്ചെടുത്തിരിക്കുന്നു, ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവന്റെ വീടുകളിൽ കയറിയിറങ്ങി അവിടെ നിന്നെന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് മുട്ടായി വാങ്ങാനും അതുകൊണ്ട് ജീവിക്കാനും അതുകൊണ്ട് അവന്റേതായ കാര്യങ്ങൾ നടത്താനും അവനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇസ്ലാം അത്തരത്തിലുള്ള യാചനകളെ അംഗീകരിക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം സക്കാത്തിന്റെയും സ്വതക്കയുടെയും ഒക്കെ മഹത്വം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ട കമ്മിറ്റികളുണ്ട്, അത് കൊടുക്കേണ്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള ചുമതലക്കാരുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ വീടുകളിൽ ഇങ്ങനെ കയറിയിറങ്ങാന്നുള്ളതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിലെ പാത്രം കഴുകാൻ പോയി അവിടെ അടിച്ചോരി തുടച്ച് അങ്ങനെയുള്ള വീട്ടുജോലികൾ ചെയ്ത് ജീവിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്, എത്ര ആളുകളുണ്ട്. പലപ്പോഴും വികലാംഗരായ ആളുകൾ, നിങ്ങളൊക്കെ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. 2 കാലിനും സ്വാധീനമില്ലാത്ത ആളുകൾ വീൽ ചെയറുകളിൽ ഇരുന്ന് പോലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ ചെയ്യാണ്. പ്രയാസങ്ങളുള്ള ആളുകൾ, രോഗങ്ങളുള്ള ആളുകൾ പോലും എന്തെങ്കിലും അവരാൽ കഴിയുന്ന ജോലികൾ ചെയ്തുകൊണ്ട് സമ്പാദിക്കുമ്പോൾ ഒരു ന്യൂനതകളുമില്ലാത്ത ശരീരം അള്ളാഹു കൊടുത്തിട്ട് നയിച്ചു തിന്നൂല എന്നുള്ളത് തന്നെ മറ്റുള്ളവരോട് ചോദിക്കാന്നുള്ളതാ. ആലോചിച്ച് നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലൈസൽ മിസ്കീനു ബിഹാദ തവായിഫില്ലദീ യതൂഫു അലന്നാസ്. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാൾ, അയാളൊന്നും മിസ്കീനിന്റെ പരിധിയിൽ പെടൂല. എന്താണ് അവന്റെ പ്രത്യേകത? വതുറദ്ദുഹു അൽലുഖ്മ വല്ലുഖ്മതാനി വത്തംറതു വത്തംറതാനി. ഓന് ഒരു ഉരുള ചോറോ അല്ലെങ്കിൽ 2 ഉരുള ചോറോ ഒരു 2 ഈത്തപ്പഴമൊക്കെ കിട്ടിയ ഓന് തൃപ്തിയാവും. അങ്ങനെ അത് വാങ്ങി അവൻ പോകും. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, അവരൊന്നും മിസ്കീനിൽ പെടുന്ന ആളുകളല്ല. അപ്പൊ സഹാബിമാര് ചോദിച്ചു, ഖാലു ഫമൽ മിസ്കീനു യാ റസൂലുള്ളാഹ്. അപ്പൊ പിന്നെ ആരാ റസൂലേ മിസ്കീൻ എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലദീ ലാ യജിദു ഗിനൻ യുഗ്നീഹി. അവന് ഒരു തരത്തിലും അവനെ ധന്യനാക്കുന്ന ഐശ്വര്യവാനാക്കുന്ന ഒന്നും തന്നെ അവന്റെ അടുക്കലില്ല. മാത്രവുമല്ല, അവൻ ചോദിക്കുന്നത് അവൻ വെറുപ്പോടുകൂടിയാണ് കാണുന്നത്. വലാ യസ്അലുന്നാസ ശൈആ. അവനാകട്ടെ ആളുകളോടൊന്നും ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നവനുമല്ല, അങ്ങനെ ചോദിക്കുന്നവനുമല്ല. അങ്ങനെയുള്ളവനാണ് മിസ്കീൻ. അല്ലാതെ ആളുകൾക്കിടയിലൊക്കെ ഇങ്ങനെ കയറി നടന്ന് എല്ലാവരോടും ചോദിച്ച് എല്ലാവരടുത്തും ഇങ്ങനെ പൈസ വാങ്ങി അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളവനല്ല. ആവശ്യമുള്ളത് ആവശ്യമുള്ളയിടത്തു നിന്ന് അവൻ കൈപ്പറ്റുക എന്നല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കൂലെന്നാണ് സുമ്രത്ത് ബിനു ജുന്ദബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ മസ്അലത കദ്ദുൻ യകദ്ദു ബിഹർ റജുൽ. ഒരാള് യാചിച്ചുകൊണ്ട് നടക്കുക എന്നത് അതൊരു കേടാണ്, അതൊരു പരിക്കാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അതവനൊരു പരിക്കുണ്ടാക്കും, ആളുകൾക്കിടയിൽ അവന്റെ മുഖത്തിന് കേടുപാടുണ്ടാക്കും. ആളുകളോട് ചോദിച്ചു നടക്കുക എന്നുള്ളത് വളരെയധികം മോശമായൊരു കാര്യമാണ്, അത് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതവന്റെ ശരീരത്തിന്, അവന്റെ മുഖത്തെ മറ്റുള്ളവർക്കിടയിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല അൻ യസ്അല റജുലു സുൽത്താനൻ ഔ ഫി അംറിൻ ലാ ബുദ്ദ മിൻഹു. അവന് വളരെയധികം അനിവാര്യമായൊരു കാര്യം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടോ ഭരണാധികാരികളോടോ ചോദിക്കുന്നതൊഴികെ.
അപ്പൊ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, സഹായങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങൾ, അവിടെ ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരോട് ആവശ്യങ്ങൾ പറഞ്ഞ് അവർക്കത് കൃത്യമാണെന്ന് തോന്നിയാൽ അവരിൽ നിന്ന് സഹായം കിട്ടുക എന്നതിനപ്പുറം എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു നടക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ പരിശുദ്ധ ഇസ്ലാം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അങ്ങനെയുള്ള യാചനകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 8 ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു, ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിലൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസറ കലിമതൻ ഖഫീഫ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ വാക്ക് വളരെ രഹസ്യത്തോടുകൂടി അവരോട് പറഞ്ഞു കൊടുത്തുന വലാ തസ്അലുന്നാസ ശൈഅ, നിങ്ങൾ ജനങ്ങളോട് ഒന്നും തന്നെ ചോദിക്കരുത്. അനാവശ്യമായിട്ട് ആളുകളോട് ഇങ്ങനെ ചോദിച്ച് എന്തെങ്കിലും ചില്ലറ കിട്ടണം എന്നുള്ള നിലക്ക് ചോദിച്ച് നടക്കരുത്, അല്ലെ? എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയാണ്, ഫലഖദ് റഅയ്തു ബഅദ ഉലൈക, ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, യസ്ഖുതു സൗതു അഹദിഹിം ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാഹു, അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ വടി, അവരിങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കുന്ന വടി നിലത്ത് വീണാൽ അതൊന്നും എടുത്തേരോ എന്ന് പോലും ആരോടും ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാ. അതിപ്പോ എന്താ, ഒരു വടി ഇങ്ങോട്ട് എടുത്തേരാൻ പറഞ്ഞപ്പോ എന്താ പ്രശ്നം, അല്ലെ? നമ്മളെ കൊണ്ട് കഴിയുന്നൊരു കാര്യമാണെങ്കിൽ അതിന് മറ്റൊരാളുടെ സഹായം ചോദിക്കാൻ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചില്ല. അവനാനെ കൊണ്ട് ചെയ്യാൻ കഴിയെങ്കിൽ അത് ചെയ്യുക എന്നതാണ്. മാത്രമല്ല അധ്വാനിച്ച് ജീവിക്കുക എന്നതാണ് സത്യവിശ്വാസത്തിന്റെ ഭാഗം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലഅൻ യഅഖുദ അഹദകും ഹബ്ലതൻ ഹബ്ലഹു ഫയഅതി ബിഖുസ്മതി അൽ ഹതബി അലാ ദഹരിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കയറുമായി അവൻ കാട്ടിലേക്ക് പോകുന്നു, വിറക് ശേഖരിക്കുന്നു, അതവന്റെ തോളത്തിട്ട് കൊണ്ടുവരുന്നു, എന്നിട്ടത് വിട്ടിട്ട് അതുകൊണ്ട് അവന്റെ കുടുംബത്തെ പോറ്റുന്നുവെങ്കിൽ ഖൈറുൽ ലഹു മിൻ അൻ യസ്അലൻ നാസ്, ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ അത്. അതാണ് അധ്വാനിച്ച് തിന്നുക, അധ്വാനിച്ചുകൊണ്ട് ഉപജീവനം നടത്തുക എന്നതിന്റെ പ്രത്യേകത. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമുക്കവിടെ ഹദീസിൽ കാണാം, മാ അകല അഹദുൻ തുആമൻ ഖത്തുൻ ഖൈറും മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം, ഒരാളും അത്ര നല്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്നാ. അതേതാണ്? സ്വന്തം അധ്വാനത്തിലൂടെ, സ്വന്തം തൊഴിലിലൂടെ അവൻ അധ്വാനിച്ചുകൊണ്ടുണ്ടാക്കുന്നത്, തൊഴിലെടുത്തുകൊണ്ട് ഉപജീവനം നടത്തുക, അതിനോളം വരൂലെന്ന. അതുകൊണ്ട് അത്തരം യാചനകളെ നിരുത്സാഹപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ, യഥാർത്ഥമായ സഹായങ്ങൾ അർഹിക്കുന്ന ആളുകൾക്ക് അതെത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ നൽകിയ 5ാമത്തെ ഉപദേശത്തെക്കുറിച്ച് പറയാണ്, വഅമറനി അൻ അഖൂല ബിൽ ഹഖി വഇൻ കാന മുറ, എന്നോട് എന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്, സത്യം മാത്രം പറയണം, അതെത്ര കയ്പുള്ളതാണെങ്കിലും അതെത്ര ഇടങ്ങേറുണ്ടാക്കുന്നതാണെങ്കിലും ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് കളവ് വരാൻ പാടില്ല എന്നുള്ളതാ. തമാശയായി പോലും കളവ് പറയാൻ പാടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കളവ് പറയുക എന്നത് മുനാഫിഖിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. നമുക്കറിയാം, ആ ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. 6ാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, വഅമറനി അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. പ്രവാചകൻ നൽകിയ ഏറ്റവും വലിയ ഉപദേശ, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നീ ഭയപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ആക്ഷേപിക്കുന്ന ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാൻ പാടില്ല. പല ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണത്. ഞാനൊരു മുസ്ലിമാണ്, ആ മുസ്ലിമിന്റെ ഐഡന്റിറ്റിയൊക്കെ എന്റെ കൈകളിലുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ ഞാൻ പരിഹസിക്കപ്പെടും, ആളുകൾക്കിടയിൽ ഞാൻ കൊച്ചായി പോകും എന്നൊക്കെയുള്ളൊരു വിശ്വാസം. അതിനുവേണ്ടി പലപ്പോഴും ആളുകൾക്കിടയിൽ നിന്ന് അത്തരം അടയാളങ്ങളെ മറച്ചുവെക്കുവാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലെ? പ്രബോധനങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകളെക്കുറിച്ച്, ജിഹാദ് നടത്തുന്ന അള്ളാഹുവിന്റെ അടിമകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പരിശ്രമിക്കും, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ അവർ വില കൊടുക്കുകയില്ല. പരിശുദ്ധ ഇസ്ലാമിലെ പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിൽ പറയുമ്പോ ആളുകൾ പറയുന്ന എന്ത് പുരോഗമനമില്ലാത്ത വാദമാണിത്, 6ാം നൂറ്റാണ്ടിലെ വാദമാണിത് എന്നൊക്കെ പറയുമ്പോഴും ഞാനൊരു മുസ്ലിമാണ് എന്നത് അടിയുറച്ച് പ്രഖ്യാപിക്കുവാൻ സാധിക്കുക എന്നത് വലിയ മഹത്വമാണ്.
വലിയ മഹത്വമുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വളരെയധികം മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പോരാളിയാണ് മുഹമ്മദ് അലി ജൗഹർ. അദ്ദേഹത്തോട് ബ്രിട്ടീഷുകാരായ ചില ആളുകൾ അദ്ദേഹത്തിന്റെ വേഷവും കോലൊക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ എന്താളാണ് എന്ന നിലക്ക് പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ കാര്യം വരുമ്പോ ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഒരു ഇന്ത്യക്കാരനായിരിക്കും, എന്നാൽ ഇസ്ലാം എന്ന നിലക്ക് ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസ്ലിമായിരിക്കും. എന്റെ ഐഡന്റിറ്റി, എന്റെ വിശ്വാസം അതെന്റെ ഭാഗമാണ്, അതെന്റെ സ്വകാര്യതയാണ്, അതിലൊന്നും നിങ്ങൾ കയറി ഇടപെടാൻ നിൽക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു അപഹർഷതാബോധ, ഞാനൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോ അടയാളങ്ങളൊക്കെ കൊണ്ടുനടന്ന ആളുകളൊക്കെ പരിഹസിക്കോ കളിയാക്കോ എന്നുള്ള നിലക്ക് ആളുകളുടെ കൂട്ടത്തിൽ കൂടാൻ പലപ്പോഴും അവരിങ്ങനെ തയ്യാറാകുക. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നത് പോലും ഒരു വലിയ അപമാനമായി കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ മറ്റാരുണ്ട്. വഅമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാളുള്ളത്? ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമായി, നമുക്കൊരു തന്റേടമായി, നമുക്കൊരു സൗഭാഗ്യമായി നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. ഏഴാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശം, അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു എന്ന അൻ ഉക്സിറ മിൻ ഖൗലി, നീ ധാരാളമായി ഈ വാക്ക് പറയണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്, അർശിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക്. ആ വാക്ക് നീ ധാരാളമായി ഉച്ചരിക്കണം, പറയണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചുവെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിന് ഏറ്റവും എളുപ്പമുള്ള, അല്ലാഹുവിന്റെ തുലാസുകളിൽ ഏറ്റവും അധികം കനം തൂങ്ങുന്ന സുബ്ഹാനല്ലാഹ് പോലെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത്. അത്തരം ദിക്റുകളിലൂടെ, ദുആകളിലൂടെ അല്ലാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ഉത്തമരായ സഹാബത്തിന് പ്രവാചകൻ നൽകിയ ഉപദേശം നമുക്കൊക്കെ വേണ്ടിയുള്ള ഉപദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. ഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ ചൂടിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. പല ആളുകളും പറയുന്നത് പോലെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും കഠിനമായൊരു ചൂട് വരുന്നത് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരിക്കലും കാലത്തെ ശപിച്ചു പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നാം നീങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. അതിനൊക്കെ അവഗണിക്കുക എന്നത് വിഡ്ഢിത്തരമാണ്. അതിപ്പോ എന്താ പ്രശ്നം, ഞാനാണ് പുറത്തിറങ്ങി, അവിടെ ആർക്കാ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം നാശത്തിലേക്ക് വഴിയൊരുക്കുമെന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുപോലും സൂര്യാഘാതത്തിന്റെ പ്രയാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. ഈ ചൂടും ഈ പ്രയാസങ്ങളുമൊക്കെ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എങ്കിൽ ഏറ്റവും വലിയ ചൂട് നരകത്തിന്റെ ചൂടാണ് എന്ന വാക്യം ഓരോ സമയത്തും നാം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ വരുന്ന 40-42 ഡിഗ്രിയൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ 70 ഇരട്ടി മടങ്ങുള്ള ഏറ്റവും ചെറിയ തീ നരകത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നരകത്തിലെ ഏറ്റവും വലിയ തീയിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ വരണം. നമ്മുടെ ജീവജാലങ്ങൾ, ഒരുപാട് പക്ഷികളും മറ്റുള്ള ജീവജാലങ്ങളൊക്കെ വെള്ളത്തിനുമൊക്കെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അവരെ കൂടി പരിഗണിക്കേണ്ടതാകണം നമ്മുടെ ജീവിതമെന്ന് നമ്മൾ ആലോചിക്കുക. അത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ മഹത്വമുണ്ട്. അതൊക്കെ സ്വതക്കയുടെ പരിധിയിലാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. അവർക്ക് വേണ്ടിയൊക്കെ വെള്ളം കരുതാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം
ജലത്തിന്റെ ഉപയോഗം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാകണം. വെള്ളം ഉപയോഗിക്കുമ്പോഴൊക്കെ തോന്നിയ പോലെ തുറന്നിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് പ്രയാസം സൃഷ്ടിക്കും. ഇനിയും മഴ പെയ്യുന്നതിന് കാലതാമസം എടുക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ അറിയിക്കുന്നത്. ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് പരിഹാരമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹുവിങ്കലേക്ക് കൈകൾ ഉയർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യമായ മഴ നമുക്ക് വർഷിപ്പിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഒന്ന്, നമ്മുടെ ഈ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ QHLC എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഒരുപാട് കാലമായിട്ട് തുടങ്ങിയതാണ്. വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട്. ആളുകളുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് വ്യാഴാഴ്ച രാത്രി നടന്നിരുന്ന ക്ലാസ് ബുധനാഴ്ച രാത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബുധനാഴ്ച മഗ്‌രിബ് നമസ്കാര ശേഷം നമ്മുടെ ഈ ഭാഗത്തുള്ള ബിൽഡിംഗിൽ വെച്ചുകൊണ്ടാണ് ക്ലാസ് നടക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് കായക്കൊടിയാണ് ക്ലാസിന് നേതൃത്വം നൽകുന്നത്. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും പഠിക്കുവാനുള്ള അവസരമാണ്. എല്ലാ ആളുകളും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന CRE എന്ന് പറയുന്ന കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ തുടർ മതപഠന സംവിധാനം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇൻഷാ അല്ലാഹ് മെയ് 26 മുതൽ നമ്മൾ ആ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പുറത്തുണ്ടാകും. അവരുടെ അടുക്കൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ പേരുവിവരങ്ങൾ അവിടെ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. മാരകമായ ക്യാൻസർ പോലെ, വൃക്കരോഗങ്ങൾ പോലെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അവരുടെ പ്രയാസങ്ങളെ നീ ഇല്ലായ്മ ചെയ്തു കൊടുക്കണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുള്ള സത്യവിശ്വാസികളുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ, അതുവഴി സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സച്ചരിതരായ സഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അവരുടെ മാർഗത്തെ പിൻപറ്റുവാനും നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അല്ലാഹുവേ, അതിശക്തമായ ചൂടിന് ശമനം നീ നൽകണമേ. അല്ലാഹുവേ, നിന്റെ കാരുണ്യമായ അനുഗ്രഹത്തിന്റെ കടാക്ഷമായ മഴ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ. അല്ലാഹുവേ, പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഉപകാരപ്രദമായ മഴ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനിയ്യു വ നഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനൽ ഗൈസ വ ലാ തജഅൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുമ്മ ഗിസ്നാ اللهم اغثنا اللهم اغثنا اللهم اغثنا غيثا مغيثا هنيئا مريئا سحا طبقا مجللا نافعا غير ضار عاجلا غير عاجل اللهم لتسقو به البلاد وتجعله بلاء للحاضر والباد. اللهم سقيا رحمة اللهم سقيا رحمة اللهم سقيا رحمة لا سقيا عذاب ولا هدم ولا غرق. هذا وصلوا وسلموا رحمكم الله على من أمركم بالصلاة والسلام عليه وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأن معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي. يا